ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താട്ടോ. അതിവിടെ ദുബൈയിലാണ്. എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം ഇവിടെ ചൂട് ഒരു കുറവുമില്ല കേട്ടോ. മറ്റേ സുഹൈൽ നക്ഷത്രം വന്ന് ചൂട് പോകുന്നൊക്കെ പറഞ്ഞ് ആളൊക്കെ വന്ന് പോയി എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ ചൂടിന് ഒരു കുറവുമില്ല. ഇത് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾക്കുള്ളൊരു നമ്മുടെ നാട്ടിലെ ഒരു തീവണ്ടിയൊക്കെ പോലെ കളിക്കുന്ന ഒരു സാധനം കേട്ടോ. പക്ഷെ അതിലൊന്നും കയറ്റിയിട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കായിട്ടുള്ളത്, അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ചൂടായതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇതിവിടെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കയറി കളിക്കാനൊക്കെ പറ്റുന്ന ഒരു ഇതാട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒറിജിനലാണ് സാധനം. അപ്പോൾ മക്കൾ കയറി, ഇക്കാക്ക് കയറി. അപ്പോൾ പിന്നെ ഞാനായിട്ട് കുറക്കണ്ടല്ലോ, അപ്പോൾ ഞാനും കയറിയിരുന്നു കേട്ടോ. ഞാനും കയറിയിരുന്ന് അതിൻ്റെ എല്ലാ മുക്കും മൂലയൊക്കെ ഒന്ന് നോക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ബോട്ടൊക്കെ അത് അവിടെ ഇങ്ങനെ ചിരിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പഴയ വിൻറ്റേജ് മോഡൽ വണ്ടിയൊക്കെ ഇട്ട്. ഇത് വെള്ളത്തിൻ്റെ ടാപ്പാട്ടോ. ഇത് കാക്ക പറഞ്ഞത് എന്തോ നീരാവി വഴി വെള്ളം വരും എന്നൊക്കെയാണ്. അതിൻ്റെ സത്യാവസ്ഥ ഒന്നും എനിക്കറിയില്ല. ഇതിൻ്റെ മുന്നിൽ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിൽ മറ്റേ വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ കാണല്ലേ ഇതുപോലത്തെ കാറൊക്കെ. ഇത് നമ്മൾ മറ്റേ പ്രോമിസ് ചെയ്തിട്ട് പേര് എഴുതി ലോക്ക് ചെയ്തിടൂലേ, ആ സംഭവമാണ്. അതിൻ്റെ ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് അവിടെ 2 or 3 ഉണ്ട്. അതിലൊക്കെ ഫുള്ള് ഇങ്ങനെ നിറയെ പേര് എഴുതിയിട്ട്, ഇങ്ങനെ ലവേഴ്സൊക്കെ പേര് എഴുതിയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ ലേക്കിലേക്ക് ഇടുമെന്ന്. പക്ഷേ അതൊക്കെ അവർ ക്ലീൻ ആക്കുമായിരിക്കും. എന്താ വെച്ചാൽ അതൊക്കെ ആർട്ടിഫിഷ്യൽ ലേക്കല്ലേ. പിന്നെ ചൂട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ഇൻഡോർ ഒരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇങ്ങനെ അത്യാവശ്യം വേണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ഏരിയ. മാളൊന്നും അല്ല കേട്ടോ. അങ്ങനെ കുറച്ച് ജ്വല്ലറീസ്, പിന്നെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്, അതിൽ കുറച്ചൊരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം, സാധനങ്ങളൊക്കെ, ജ്യൂസൊക്കെ കിട്ടുന്ന. അപ്പോൾ ഇവിടെ ഇതാ ജ്വല്ലറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ നേരെ ജ്വല്ലറിൻ്റെ ഉള്ളിൽ കയറി പോയിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അവർ ഷോക്ക് വെച്ചത് പുറത്തുനിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പെൺകുട്ടികളല്ലേ, ഇപ്പം തന്നെ ജ്വല്ലറിയിലേക്കൊക്കെയാണ് കണ്ണ്. ഏതായാലും ഞങ്ങളും കണ്ടു, അപ്പോൾ നിങ്ങളും കണ്ടോട്ടെ വെച്ചിട്ട് ഞാനിങ്ങനെ ചെറിയൊരു ഷോട്ട് എടുത്ത് വെച്ചതാട്ടോ. സ്വർണ്ണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് പണ്ടേ ഒരു വലിവാണല്ലോ അല്ലേ. എന്തായാലും കണ്ട് ആസ്വദിക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെ വെള്ളി ആഭരണങ്ങളാണെന്ന്. ഡയമണ്ട് ഒന്നുമല്ല. എന്താ വെച്ചാൽ ഗ്ലാസിൻ്റെ ഉള്ളിലൊന്നും അല്ലായിരുന്നു അതൊന്നും, ഒക്കെ പുറത്ത് തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് തണുപ്പൊക്കെ കൊണ്ടതിൻ്റെ ശേഷം പുറത്തേക്ക് തന്നെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വെച്ചിട്ട്. അവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. രാത്രിയാണ് ഇവിടെ കാര്യമായിട്ട് ആൾക്കാർ വരിക. നല്ല തിക്കും തിരക്കും ഉണ്ടാവാറുണ്ട്. ഇന്നും തിരക്കിന് കുറവൊന്നുമില്ല. പക്ഷേ ചൂട് ഒരു വിധത്തിലും സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു ഇതെന്താ ഞങ്ങൾക്ക് മാത്രമേ ചൂടുള്ളൂ, ഇവിടെ ബാക്കി ആർക്കും ചൂടില്ലേന്ന്. ഞങ്ങളങ്ങനെ സാധാരണ പുറത്ത് ഈ ടൈമിൽ അങ്ങനെ ഇറങ്ങാറേ ഇല്ല. ഇങ്ങനെ ഒരു കൂടാരം പോലെ ഉണ്ടാക്കി വെച്ചാട്ടോ. അത് ഫുള്ള് ലൈറ്റൊക്കെ വെച്ച്. ഇത് തണുപ്പായി കഴിഞ്ഞാൽ ആ ഫ്ലവറൊക്കെ നമ്മുടെ നാട്ടിൽ കടലാസ് പൂവ് എന്നാണ് പറയാട്ടോ അതിന്. ഇനിയിപ്പോൾ വേറെ ജില്ലയിലൊക്കെ വേറെ പേരാണോ എന്ന് എനിക്കറിയില്ല. അതൊന്നും ഇങ്ങനെ നിറയെ ഉണ്ടാവും കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ് കാണാം. ഇപ്പം തണുപ്പല്ലാത്തതുകൊണ്ട് പൂക്കളൊക്കെ കുറവാണ്. ഇവിടെ മൊത്തം നിറയെ ഈ ഇതിൽ ഫുള്ള് പൂക്കൾ തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും ഇതാട്ടോ ലേക്ക് കുറേ ഉണ്ട് ഇങ്ങനെ ചെറിയൊരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ. പക്ഷേ വെള്ളത്തിൽ എന്തോ ഒരു പതൊക്കെ ഉണ്ട്. അതിലൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. ബോട്ടിങ്ങൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ആരും അതൊന്നും ചെയ്യുന്നതായിട്ട് കണ്ടില്ല. എന്തായാലും ഞങ്ങളങ്ങനെ പൈസ മുടക്കിയിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോവുക, ഫോട്ടോ എടുക്കുക, അതാണ് ഞങ്ങളെ മെയിൻ.
അപ്പോൾ എന്തായാലും ഇനിയും ഉണ്ട് കേട്ടോ. ഇതിവിടെ കുറേ സ്ഥലം കാണാനുണ്ട്. പക്ഷേ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട്. അപ്പോൾ കാരണം ഇനി എന്നെ കൊണ്ട് ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാന്ന് പറഞ്ഞ് പോവാട്ടോ. എന്തായാലും വേണ്ടിയില്ല, ചെറിയൊരു വീഡിയോക്കുള്ള കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാനും. അപ്പം ഞങ്ങൾ വേഗം ഇവിടുത്തെ സ്ഥലം കാലിയാക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.